എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നേ എന്നുള്ളത് ഇനി ആരും പറയില്ലല്ലോ. കാരണം കുറേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ആരുടെയും പേരും ഡീറ്റെയിൽസും ഇല്ലെങ്കിലും ഇപ്പോൾ ഒരുപാട് പേർക്കെതിരെ ആരോപണങ്ങളായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഓക്കെ, പേരെടുത്ത് പറഞ്ഞ് ഇൻസിഡൻസും ലൊക്കേഷനും സമയവും ഡേറ്റും ഒക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് വരുന്നത്. അതിൽ തന്നെ എല്ലാം മുമ്പ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായത്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞ ആളുകളാണ് പലരും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമാ ഫീൽഡിൽ അന്നും ഇന്നും നിലനിൽക്കുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ ഇന്ന് വന്നത് പ്രമുഖ നടന്മാരിൽ നിന്ന് ദുരനുഭവം നേരിട്ടു മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയംപിള്ള രാജു പോലീസിൽ പരാതി നൽകുമെന്ന് നടി മിന്നു മുനീർ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ്സാണ് ഇന്ന് അവരുടെ ഫേസ്ബുക്ക് പേജിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഐ ആം റൈറ്റിംഗ് ദ റിപ്പോർട്ട് എ സീരീസ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഫിസിക്കൽ ആൻഡ് വെർബൽ അബ്യൂസ് ഐ സഫേർഡ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ഫസ്റ്റ് നെയിം മുകേഷ്, സെക്കൻഡ് നെയിം മണിയംപിള്ള രാജു, തേർഡ് നെയിം ഇടവേള ബാബു, ഫോർത്ത് നെയിം ജയസൂര്യ, ഫിഫ്ത്ത് നെയിം അഡ്വക്കേറ്റ് ജയശങ്കരൻ, 6 പ്രൊഡക്ഷൻ കൺട്രോൾ നോബൽ ആൻഡ് വിച്ചു ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. 2013 ആണ് അവർക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്. അവർ കോർപ്പറേറ്റ് ചെയ്യാൻ റെഡി ആയില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, അവർക്ക് അങ്ങനൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഒരു സിനിമയായിട്ട് കുറച്ച് കാലം മുന്നോട്ട് പോയി. പിന്നെ അതിനുശേഷം കേരള കൗമുദിയിൽ അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തിരുന്നു. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ ചെന്നൈയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ കേരള കൗമുദിയിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. മിന്നു ലെഫ്റ്റ് മലയാളം ഫിലിം ഇൻഡസ്ട്രി അൺഎബിൾ ടു കോർപ്പറേറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിളൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരിതിന് മുമ്പ് തന്നെ തുറന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ മിന്നു കുര്യൻ എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ ഇവരിപ്പോൾ മിന്നു മുനീർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അവരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷമാണ് ചാനലുകളിൽ അവർ വന്നിട്ട് കാര്യങ്ങൾ തുറന്ന് പറയാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചൊരു പോയിൻ്റ് ആയിരുന്നു, ഇന്നലെ ജയസൂര്യയുടെ പേര് പറഞ്ഞ ടൈമിൽ ഓക്കെ സോണിയ മൽഹാർ ജയസൂര്യയുടെ പേര് പറഞ്ഞിട്ടില്ല. ചാനലുകാർ തംബ്നെയിലിട്ടു, പിന്നെ കമൻറ്റ് ബോക്സിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. ജയസൂര്യയുടെ പ്രൊഫൈലിനകത്ത് ഒരുപാട് പേര് ടോയ്ലറ്റ് സൂപ്പർ സ്റ്റാർ ആക്കി ജയസൂര്യയുടെ പേര് പറയാതെ ആ ഇൻസിഡൻറ്റും ആ ഒരു സിനിമയുടെ ഡേറ്റും സമയവും അതിലുള്ള അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ പറയുമ്പോൾ തന്നെ ഏകദേശം ആൾ റിവീൽ ആവില്ലേ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പക്ഷേ പേര് കറക്റ്റ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ജയസൂര്യ ആദ്യ വില്ലൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ആദ്യ വില്ലൻ തന്നെയാണ് അവർ ജയസൂര്യയെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജയസൂര്യ ആയിട്ടുള്ള അവരുടെ ആ ഇൻസിഡൻറ്റ് എന്താണെന്നുള്ളത് മിന്നു മുനീർ പറയുന്നത് നമുക്ക് നോക്കാം. അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത്. ആദ്യത്തെ വില്ലൻ പുള്ളിക്കാരനാണ്. ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിവിട്ടിട്ട് ഓടിപ്പോരും താഴെ വന്നു. അപ്പം നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ചേട്ടനും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് ജഗദീഷ് ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര ഹി വാസ് വെരി ഡീസന്റ് ആൻഡ് വാസ് വെരി ജെന്യൂൻ പേഴ്സൺ. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വെച്ചാൽ പുള്ളിക്കാരൻ്റെ അടുത്ത് ഷെയർ ചെയ്താലോ ഇത് ചെയ്ത്, കാരണം എൻ്റെ ആദ്യത്തെ ഫിലിമാണ് ഇത്, ഇങ്ങനെയൊക്കെയാണ് ഫിലിം, നമുക്കങ്ങനെ തോന്നിയല്ലോ ഇതെന്താ സംഭവം അങ്ങനെ. അപ്പോഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മീനു ഞാനൊരു കാര്യം ചോദിക്കും, എസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ചെന്ത് പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിന്നുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞു നോ, അത്ര പറഞ്ഞു. അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ നടന്ന ആ സമയത്തായിരുന്നു ആദ്യത്തെ സിനിമ, അവിടെ വെച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് വെച്ചാണ് ആദ്യത്തെ എനിക്ക് അനുഭവം ഉണ്ടായത്. ജയസൂര്യ ടോയ്ലറ്റിൽ പോയി വരുന്ന വഴിക്ക് ഇവരെ കയറി പിടിച്ച് ഉമ്മം വെച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, അവരവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു മിന്നു മുനീർ. ഇന്നലെയും ഇതുപോലെ തന്നെയാണ് ആര് പറഞ്ഞത്, ജയസൂര്യനെ കുറിച്ച്, പക്ഷെ പേരെടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. സോണിയ മൽഹാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ബാത്റൂം പോയി തിരിച്ചു വരുന്ന വഴിക്ക് കടന്നു പിടിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഈ 2 കേസിലും കോമൺ ഫാക്ടർ ബാത്റൂമിൽ പോയി വരുന്ന നടിമാരെ കയറി പിടിക്കുന്ന ജയസൂര്യ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇപ്പോൾ ജയസൂര്യൻ്റെ പ്രൊഫൈൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി, ബാത്റൂം സൂപ്പർ സ്റ്റാർ എന്നുള്ള പേര് നാട്ടുകാർ അടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതിലൊരു റെസ്പോൺസ് ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഓക്കെ, ഇനി ഈ ജയസൂര്യയുടെ കാര്യം ഇവർ 2 പേര് പറയുമ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞ മിന്നു മുനീർ ജയസൂര്യയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി, ദ ഫസ്റ്റ് വില്ലൻ, ആദ്യ വില്ലൻ ജയസൂര്യയാണ്, ബാത്റൂമിൽ നിന്ന് വന്നു കയറി പിടിച്ചു ഉമ്മ വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത് സംഭവിച്ച സിനിമ ഓക്കെ 2008 ഇവർക്ക് ഈ ഉപദ്രവം ആരുടെ കയ്യിൽ നിന്നുണ്ടായത്, ജയസൂര്യയുടെ കയ്യിൽ നിന്നുണ്ടായത്. പക്ഷേ 2020 ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ ജയസൂര്യയുടെ ഒപ്പം നിൽക്കുന്നൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ? ബട്ട് വൈ?
അങ്ങനെയൊക്കെ അവിടേക്കാണ് ഈ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഈ വരുന്നതൊക്കെ ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നു. ഓക്കെ, അവരവർക്കുണ്ടായ എക്സ്പീരിയൻസ് അവർ പറയുന്നു, ഐ റെസ്പെക്ട് ദാറ്റ്, അതിന് നിയമ നടപടിയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. പക്ഷേ ആസ് എ വ്യൂവർ ഒരു ക്രെഡിബിലിറ്റി എവിടെയോ നമ്മളിങ്ങനെ ഞാൻ പേഴ്സണലി എൻ്റെ മനസ്സിൽ ആ ഡൗട്ട് തോന്നി. ഞാൻ ആ ഡൗട്ടാണ് ഇപ്പോൾ തുറന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ കുറേ സംശയങ്ങൾ എനിക്കുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ ഓൺ ദ വേ പറഞ്ഞിട്ട് പോകാം. അതുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുമോ നിങ്ങൾ നോക്കുക. അപ്പോൾ മിന്നു മുനീറിൻ്റെ 2020 ഫേസ്ബുക്ക് പോസ്റ്റിൽ മിന്നു മുനീറിനെ ആദ്യമായിട്ട് കടന്നു പിടിച്ച് ഉമ്മം വെച്ച ജയസൂര്യയുടെ ഒപ്പമുള്ള ഫോട്ടോ, 2008 ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ട്രോമ, വേദന, ഇപ്പോഴും അവർ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ സഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ തുറന്ന് പറയുന്നത് കണ്ടപ്പോൾ മോട്ടിവേറ്റഡ് ആയി, ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കരുത്, മലയാളം ഫിലിം ഇൻഡസ്ട്രി ക്ലീൻ ആവണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ തുറന്ന് പറയുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. സോ ഒരാളിൽ നിന്നൊരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നേരിടുമ്പോൾ പിന്നെ നമ്മൾ അയാളെ വെറുക്കും അല്ലേ, പിന്നെ അയാളുടെ ദേഷ്യമായിരിക്കും നമ്മൾ. അങ്ങനെയുള്ള ഒരാൾ 2008 എടുത്ത ഫോട്ടോ ആണെങ്കിൽ പോലും അത് 2020 എന്തിന് റീപോസ്റ്റ് ചെയ്യുന്നു ജയസൂര്യയുടെ ഒപ്പം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതേ സെയിം കാര്യം തന്നെ സോണിയ മൽഹാർ ഇന്നലെ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഇതെനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നി. ഞാൻ രണ്ടാമതിരുന്ന് കേട്ട സമയത്ത് സോണിയ മൽഹാർ ഇന്നലെ ആദ്യം റിപ്പോർട്ടർ ചാനലിൽ സംസാരിച്ച സമയത്ത് ജയസൂര്യ ബാത്റൂമിൽ നിന്ന് വന്നതിന് ശേഷം ഇവർ കയറി പിടിച്ചതിന് ശേഷം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോ? ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ഈ ഡ്രസ്സും അട്രാക്ഷനും നിങ്ങളുടെ കണ്ണും ചിരിയും ഞാൻ നിങ്ങൾ വന്നപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാം, നോക്കാം, സിനിമയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, ഞാൻ അത്രയും വലിയ സ്റ്റാറാണ്, അങ്ങനെ കുറേ പ്രോമിസസ്. അപ്പം ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പുള്ളി അവിടെ നിന്ന് തന്നെ അങ്ങ് സംസാരിക്കുക, ഈ പിടി വിടുന്നതിനകത്ത് തന്നെ ഇത്ര, അതുകൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഇത് പ്രത്യേകത കാണിച്ചതെന്ന് അപ്പോൾ തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഒരു നിമിഷത്തിൻ്റെ ഇതിൽ എനിക്ക് അങ്ങനെ ഇതായി പോയിന്ന്. അപ്പം ഞാൻ ആ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് മനസ്സിലായപ്പോൾ എന്നോട് മാപ്പ് പറയുകയും പിന്നീട് അവിടെ നിന്ന് നമ്പർ എടുത്തിട്ട് എന്നെ കണക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഓക്കെ, ഇതാണ് അവർ ആദ്യം റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞത്. അതിനുശേഷം ഇവർ വേറൊരു ഓൺലൈൻ ചാനലിൽ കൊടുത്ത ബൈറ്റിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യം റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞത് ഇവരെ കെട്ടിപ്പിടിച്ചപ്പോൾ ജയസൂര്യ പറഞ്ഞും പോലും അവരുടെ കണ്ണിൽ ആകർഷ്ടനായി, അവരുടെ ചിരിയിൽ ആകർഷ്ടനായി, അതുകൊണ്ട് താല്പര്യം തോന്നി, അതുകൊണ്ട് കെട്ടിപ്പിടിച്ചു എന്നാണ്. ഇനി വേറൊരു ചാനലിൽ ഇവർ കൊടുത്ത ഇന്റർവ്യൂവിൽ ഇവർ പറയുന്നത് കേട്ടോ. ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അൺഎക്സ്പെക്ടഡ്ലി ഇയാള് വന്നിട്ട് ഹോൾഡ് ചെയ്യായിരുന്നു, അങ്ങനെ ഹഗ് ചെയ്യായിരുന്നു. അപ്പൊ പേടിച്ചിട്ട് ഞാൻ തള്ളി മാറ്റിയിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, പേടിക്കുന്ന ഞാനൊന്നും ചെയ്യത്തില്ല, ജസ്റ്റ് എനിക്ക് സോണിയോടുള്ള ഒരു ഇഷ്ടം, സോണിയുടെ ഒരു ആദരവ്, സോണിയ വെറും ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടുള്ള ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെയാണ്. അങ്ങനെ അത് പെട്ടെന്ന് കണ്ടപ്പോ പുള്ളിക്ക് സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടെന്ന്, ആർട്ടിസ്റ്റാന്ന് അറിയത്തില്ല, സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ ആ സമയത്ത് സൂര്യ ടിവിയിലും മാതൃഭൂമിയിലൊക്കെ എന്നെ കുറിച്ച് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് അവര് സംസാരിച്ചത്. അപ്പൊ നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ്. പക്ഷെ ഈ കയറി പിടിക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോവാ, കാരണം അത് അൺഎക്സ്പെക്ടഡ് ആണ് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം എന്ന് പറയുന്നത് പേടിച്ചിട്ട് ഞാൻ കരഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ല ഒന്നും ചെയ്യത്തില്ല, ഇങ്ങനെ പറ്റിപ്പോയതാണ്, ഇതിന് ഒരു ഇഷ്യൂ ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ അത് ഫസ്റ്റ് അനുഭവമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. അപ്പൊ അത് ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരടുത്ത് അവിടെ ആ ലൊക്കേഷനിൽ വേറെ ആരോടും പറഞ്ഞില്ല. ഞാൻ കുറച്ച് മൂഡ് ഓഫും ഡെസ്പോക്കെ ആയിരുന്നു, എന്നാലും അഭിനയിച്ചു. പക്ഷെ ബാക്കി ഒരു 4 days ഉണ്ടായിരുന്നു, ബാക്കി 3 daysലും ആളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആള് നമ്പർ കളക്ട് ചെയ്തിട്ട് സംസാരിക്കുകയും എന്നോട് സോറി പറയുകയൊക്കെ ചെയ്തു. പിന്നീട് യാതൊരുവിധ പ്രശ്നങ്ങൾ ഈ സമയം വരെ ഉണ്ടാകുകയൊന്നും ചെയ്തിട്ടില്ല, വളരെ സൈലന്റ് ആയിട്ട് പോകുന്നു, സുഹൃത്തുക്കളുമാണ്, വേറെ പ്രശ്നങ്ങളില്ല. എങ്ങനെ ഇരിക്കുന്നത് ഇതില് സോണിയ മൽഹാർ പറയുന്നത് എന്താ? ഈ പറഞ്ഞ ജയസൂര്യ കയറി പിടിച്ച സമയത്ത് പറഞ്ഞത്, നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ സോഷ്യൽ വർക്കറാണ്, ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം ആദ്യം റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞത് അവരുടെ കണ്ണ്, ചിരി, കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ജയസൂര്യക്ക് ഭയങ്കര ആകർഷനായി. ഇപ്പം അവർ പറയുന്നു വേറൊരു ചാനലിൽ പോയിട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ, അവരുടെ സോഷ്യൽ വർക്ക് കാര്യങ്ങൾ ആദ്യമേ ജയസൂര്യക്ക് എന്നെ അറിയാമായിരുന്നു, അതുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു, സംവെയർ സംതിങ് മിസ്സിങ്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ലൈക്ക് ഇത് അവരുടെ അനുഭവം അവർ പറഞ്ഞോട്ടെ, അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അതിൽ കേസ് എടുക്കുക, അന്വേഷണമോ എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയാം, ഇപ്പം എനിക്കൊരു മോശമായ അനുഭവം ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായി, ഞാൻ ആ ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യും, എൻ്റെ മൈൻഡിൽ കിടക്കും, നമുക്കതൊരു ട്രോമയായിട്ട് കിടക്കും. ആ ഇൻസിഡൻറ്റ് ഞാൻ 10 പേരോട് 100 പേരോട് 100 സ്ഥലങ്ങളിൽ 10 സമയത്ത് പറഞ്ഞാലും അത് ആ സംഭവം അതുപോലെ തന്നെ ഞാൻ പറയും. അല്ലാതെ അതിനകത്തൊരു ആഡ് ഓണോ കാര്യങ്ങളോ വരില്ല, എന്തെങ്കിലും ഒരു കാര്യം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ഉണ്ടാവില്ല. കൃത്യമായ കാര്യങ്ങൾ കൃത്യമായി പറയും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കേസിൽ അവർക്കൊരു മോശമായ എക്സ്പീരിയൻസ് ഒരു വ്യക്തിയിൽ നിന്നുണ്ടായാൽ പിന്നെ ആ വ്യക്തിയെ കാണാൻ പോലും അവരെന്ത് ചെയ്യില്ല,
കൂട്ടാക്കില്ല. പക്ഷേ ഇവിടെ സോണിയ മൽഹാർ പറയുന്നു സോണിയ മൽഹാറിൻ്റെ ഇന്ന് നമ്പർ വാങ്ങി അതിനുശേഷം അവർ ഭയങ്കര ഫ്രണ്ട്സായി. അത് ഭയങ്കര എവിഡൻ്റ് ആണ്. കാരണം സോണിയ മൽഹാറിൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2020 അത് കഴിഞ്ഞ് 2018 എല്ലാം ഈ പറഞ്ഞ പോലെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. സോണിയ മൽഹാർ അവരുടെ ഓരോ പ്രോഗ്രാമിനായിട്ട് ജയസൂര്യ വന്നു പോയതിൻ്റെയൊക്കെ ജയസൂര്യയുടെ ഒപ്പം നിന്നിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി ഓക്കെ സോണിയ മൽഹാർ പറയുന്നുണ്ട് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമ്പർ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രണ്ട് ചെയ്തൊരു കാര്യം ഓക്കെ ഫ്രണ്ടായിട്ട് ഇപ്പോൾ ഫ്രണ്ടായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്തൊരു കാര്യമാണ്. എന്നാൽ പിന്നെ പേര് പറഞ്ഞിട്ട് തന്നെ സോണിയ മൽഹാറിനത് പറയായിരുന്നു. ജയസൂര്യ ഞാനിപ്പോഴും ഫ്രണ്ട്സാണ്, പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ജയസൂര്യയുടെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് ആദ്യം പറയുന്നത്. വന്നിങ്ങനെ കൊളത്തി ഇട്ട് കൊടുത്ത പോലെ ഒരു സംഗതി. എന്താണെങ്കിലും പേര് ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും നാട്ടുകാരെന്തായാലും അറിഞ്ഞിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇന്ന് രാവിലെ മിന്നു മുനീർ പറഞ്ഞതിൽ നിന്നും ജയസൂര്യയുടെ പേര് റിവീൽ ആയിട്ടുണ്ട്. ആൻഡ് ദ കോമൺ ഫാക്ടർ ഈസ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ നടിമാരെ കയറി പിടിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ജയസൂര്യക്കെതിരെ വന്നിട്ടുള്ളത്. ആൻഡ് അടുത്തത് നോക്കാം. അപ്പൊ താങ്കൾ AMMയുടെ സംഘടനാംഗത്വത്തിന് വേണ്ടി ആരെയാണ് സമീപിക്കുന്നത് ബിനു? ഇടവേള ബാബുവിനെ. ഓക്കെ, ഫോൺ വിളിക്കായിരുന്നോ നേരിട്ട് കാണുകയായിരുന്നോ? അന്നേരം നേരിട്ട് വരാൻ പറഞ്ഞു ഫ്ളാറ്റിലോട്ട്, കല്ലൂരിലെ ഫ്ളാറ്റിലോട്ട് എന്നെ വിളിച്ച് ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ളാറ്റിൽ വെച്ചാണോ അംഗത്വം കൊടുക്കുന്നത്? ഫോം തരാൻ പറഞ്ഞു. നിന്നെ ഇങ്ങോട്ട് വാ, ഫോമിൽ സിഗ്നേച്ചർ ഇടണം, ഞാൻ ഇന്ന് തന്നെ ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എനിക്കതിലൊന്നും തോന്നിയില്ല, പെട്ടെന്ന് ചെല്ലുകയും ചെയ്തു. ചെന്നപ്പോ എന്ത് സംഭവിച്ചു? ചെന്നപ്പം എനിക്ക് ഫോമൊക്കെ എടുത്തു തന്നു, ഇരിക്കാൻ പറഞ്ഞു, എന്തോ കുടിക്കാൻ എന്തൊക്കെയോ തന്നു. പിന്നെ ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നിന്നോണ്ട് ഞാൻ ഇരുന്നില്ലായിരുന്നു. ആ ടേബിളിൽ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്റെ കഴുത്തേൽ ഇങ്ങനെ വന്ന് ഉമ്മ വെച്ചു. ഇടവേള ബാബു. ഓക്കെ, അതിനുശേഷം മറ്റു ആക്രമണമൊന്നും ഉണ്ടായില്ല? അവലില്ല. അപ്പം തന്നെ ഞാനത് താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് എന്താ ഇങ്ങനെയൊക്കെ. അപ്പം അല്ല ഒന്നും ആയിക്കൂടെ, ഞാനാണ് കല്യാണം പോലും കഴിക്കാത്ത ഒരു ബാച്ചിലർ അല്ലേ, ഒന്ന് സഹകരിച്ചൂടെ എന്നൊക്കെ പുള്ളിക്കാരനോട് വലിയ സംസാരമൊക്കെ ആയിരുന്നു. എൻ്റെ കൂടെ നിൽക്കുക, നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാം, നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും, എൻ്റെ കൂടെ നിൽക്കുക, ഞാൻ സ്റ്റേജ് ഷോസ് ഒക്കെ ഞാൻ കൊണ്ടുപോകാം ഒക്കെ, അങ്ങനെ കുറേ വാഗ്ദാനങ്ങളൊക്കെ. അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയി, അപ്പം നിന്നില്ല. ഇന്റർവെൽ ബാബു അടുത്തൊരാൾ. ഇന്റർവെൽ ബാബുവിൽ നിന്ന് നേരിട്ട ഒരു മോശം എക്സ്പീരിയൻസ് ആണ് ഇവരിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്റർവെൽ ബാബുവിൻ്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒരു കാര്യം ലൈക്ക് എനിക്കിത് എന്താ പറയുക, ആ വ്യക്തി എന്നോട് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എന്നോട് പറഞ്ഞു, അത് പൊതുജനത്തിന് മുന്നിൽ പറയുമെന്ന് എനിക്കറിയില്ല. ഈ സ്റ്റേജ് ഷോകളൊക്കെ ഭയങ്കരമായിട്ട് ഇവരൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റേജ് ഷോസിന് കൊണ്ടുപോവുക, എബ്രോഡ് കൊണ്ടുപോവുക, സ്റ്റേജ് ഷോൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുമെന്ന് പറയാം, നല്ല റെമ്യൂണറേഷൻ കൊടുക്കുക, പുറത്ത് ചുറ്റിക്കറങ്ങാൻ കൊണ്ടുപോകുക എന്ന് പറയാം. അതായത് അമേരിക്ക, ദുബായ് അങ്ങനെ സ്റ്റേജ് ഷോസ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റുമാരെ, ഡാൻസ് കളിക്കാൻ പോകുന്ന ലേഡീസിനെ, ഇനി ആണുങ്ങളെ ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഈ സ്റ്റേജ് ഷോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻസിഡൻസ് ആണ്. അതൊക്കെ ആരെങ്കിലുമൊക്കെ തുറന്നു പറയും. ഓക്കെ, ഇപ്പം എന്നോട് പേഴ്സണലി പറഞ്ഞ ആളുകൾ ചിലപ്പോൾ അവർക്കൊരു മൈൻഡ് മാറി അവർ പുറത്ത് പറയാൻ റെഡി, അവർ ഒന്ന് പുറത്ത് പറയും. ഓക്കെ, ഈ അടുത്തത് നെക്സ്റ്റ്. അപ്പം ഇന്നലെ ഒരു പെട്ടെന്നൊരു ദേഷ്യമായിട്ട് എനിക്ക് ഉണ്ടാകാൻ കാരണം തന്നെ മുകേഷ് ഇങ്ങനെ മീഡിയയിൽ പറയുന്നത് കേട്ടു, അത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഫ്രം പൊളിറ്റീഷ്യൻസ് ഉണ്ട്, എതിർ പാർട്ടിയുടെ. അന്നേരം എനിക്ക് തോന്നി, ആഹാ ഇങ്ങനെയല്ല, ഇത്രയെല്ലാം ചേർത്ത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. അപ്പം പിന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പൊതുജനം അറിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പം അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ ആർക്കും കൊടുക്കണ്ടേ, മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കില്ലേ, വാസ്ക് വെച്ച് അടച്ചു വെച്ചോ, നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ ഇന്നസെന്റ് ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു, ഫോൺ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, നീ മിനു ഒരു കാര്യം ചെയ്യുക, ഇന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു. അമ്മയിൽ ചേരണമെങ്കിൽ 3 സിനിമ കഴിഞ്ഞ് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഞാൻ 6 സിനിമയോളം കഴിഞ്ഞായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ പുള്ളിക്കാരൻ വിളിച്ചു, മുകേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം, ആഹാ ഞാൻ അറിയാതെ അങ്ങോട്ടങ്ങ് നുഴഞ്ഞ് അമ്മയിൽ കയറാന്ന് വിചാരിച്ചില്ലേ, ഞാൻ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയിൽ നടക്കില്ല, അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ. വേറെ കമ്മിറ്റിയിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, മിനുവിനെ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല. അപ്പം ഞാൻ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ്? അപ്പോൾ പറഞ്ഞു, ഇടവേള ബാബു, ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, മുകേഷ് ചേട്ടൻ. അപ്പൊ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുന്നു പറയത്തില്ല. അതെ, നേരിട്ട് പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ നേരിട്ട് ഞങ്ങൾ കലണ്ടർ എന്ന സിനിമയിൽ ഞങ്ങൾ കണ്ടിരുന്നു. അന്നും പുള്ളിക്കാരൻ എന്നോട് ഇത്
അന്നും പറഞ്ഞ് താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു പുള്ളിക്കാരൻ. താല്പര്യമാണ്, കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന്റെ കാക്കനാടോ വൈറ്റിലോ എവിടെ കണ്ട് റിസോർട്ടല്ല, സോറി വില്ലയുണ്ട്, അവിടെ വെച്ച് കാണാൻ പറ്റുമോ, എറണാകുളത്തല്ലേ വീട് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. അപ്പൊ അതിലൊന്നും നമ്മൾ വളരെ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി. പിന്നീട് കാണുന്നത് നാടകമേ ഉലകം എന്ന സെറ്റിൽ വെച്ചിട്ടാണ് പാലക്കാട്. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ വന്ന് പുള്ളിക്കാരൻ എന്നെ ലൊക്കേഷൻ ഞാൻ പുള്ളിക്കാരനോട് മിണ്ടാൻ തയ്യാറായില്ല. കാരണം ഇങ്ങനെ ഒരു സംസാരം പുള്ളിക്കാരൻ സംസാരിച്ചത് കൊണ്ട് ഞാൻ മുഖം കൊടുക്കാതെ ഓടിപ്പോന്ന് പറഞ്ഞു. പുള്ളി തന്നെ നേരിട്ട് എന്റെ റൂമിൽ വന്നിച്ച് അകത്തോട്ട് കയറി. എന്നിട്ട് പറഞ്ഞു, എന്താ തന്റെ പ്രശ്നം, തന്റെ. അപ്പൊ ഞാനൊന്നും മിണ്ടി, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊക്കെ. അത് പറഞ്ഞു, എടോ താൻ എന്തിനാ ഇങ്ങനെ, ഞാൻ തന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ അവിടെ കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ, അപ്പൊ കട്ടില്ല, അപ്പൊ തൊട്ട് പുറകെ കട്ടില്ല, അപ്പൊ ഇങ്ങനെ പുറകോട്ട് തള്ളിയപ്പോഴത്തേക്ക് എന്നെ ആ ബെഡിലോട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ കടത്തി. അങ്ങനെ കടന്നപ്പോഴത്തേക്ക് ഞാൻ ഉരുണ്ട് അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി, ഡോറ് തുറന്ന് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി. എങ്ങനെ ഇരിക്കുന്നു നടൻ മുകേഷിൽ നിന്നുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം അവർ ഷെയർ ചെയ്തു വെക്കി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇവർ ഈ വന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കണം അല്ലേ? കൃത്യമായി അന്വേഷിച്ച് അവരുടെ എക്സ്പീരിയൻസുകളിൽ നിന്ന്, അവരനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം ഈ മുകേഷ് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയക്കാരനുമാണ്, സിനിമാ നടനുമാണ്. പിന്നെ മുകേഷിൻ്റെ പേരിൽ ഇതൊന്നല്ല, ഒരുപാട് ആരോപണങ്ങളായി വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ട് എനിക്കെതിരെ പല രാഷ്ട്രീയക്കാരും ഇത് ചമഞ്ഞു കൊണ്ടുവരുന്ന ഒരു ഫോൾസ് അലിഗേഷൻ ആണെന്നൊക്കെയാണ് മുകേഷ് ഇന്നലെ പറയുന്നത്. എല്ലാം രാഷ്ട്രീയമാണെന്നൊക്കെയാണ് മുകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി സിനിമ കോൺക്ലേവായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ മുകേഷ് ഉണ്ട്. എങ്ങനെ ഇരിക്കുന്നു? സർക്കാർ നല്ല പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ മൂന്നാമത്തെ പേര് ശ്രീ മുകേഷ് MLA കൊല്ലം, അഭിനേതാവ്, അംഗാണ്. സിനിമ ചലച്ചിത്ര നിരൂപണ സമിതിയിലെ അംഗമാണ് MLA മുകേഷ്. ആ MLA മുകേഷിൻ്റെ പ്രവർത്തികളാണ് ഇപ്പം ഈ ലേഡി വന്നിട്ട് മിന്നു മുനീർ വന്ന് പറഞ്ഞത് അവരെ കട്ടിലേക്ക് തട്ടിയിട്ട് കയറി പിടിച്ചത്. എപ്പടി സാധിക്കരുത് എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. നമ്മളെ സർക്കാരിന് ആരോപണം ഒരാൾക്ക് നേരെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ മാറ്റി നിർത്തുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നതിന് ശേഷം ഇവർ പറയുന്നതാണോ ശരി, അങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ വരട്ടെ. അപ്പോൾ ഇവർ വേറൊരു കാര്യം, ഞാൻ പറഞ്ഞില്ല, ക്രെഡിബിലിറ്റി ഭയങ്കര സീൻ. ഈ വന്ന് പറയുന്നവരുടെ ക്രെഡിബിലിറ്റി ഭയങ്കര സീനാണ്. മുകേഷിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ട് മിന്നു മുനീറിൻ്റെ 2020 പോസ്റ്റ് മുകേഷിനൊപ്പം ഇരിക്കുന്നതാണ്. മുകേഷിനൊപ്പം ഇരിക്കുന്ന പോസ്റ്റ്, അതിനുശേഷം മിന്നു മുനീറിൻ്റെ പോസ്റ്റ് തന്നെയാണ് വേറൊരു സിനിമ ലൊക്കേഷനകത്ത് നിന്നിട്ട് അവർ ഇടവേള ബാബു ഉണ്ട് അതിനകത്ത്, മണിയമ്പിള്ള രാജു ഉണ്ട് അതിനകത്ത്. ഇവിടെയൊക്കെയാണ് ഈ ഓക്കെ, ഇത്രയും മോശമായ എക്സ്പീരിയൻസ് ഇത്രയും ആളുകളിൽ നിന്നുണ്ടായിട്ട് പിന്നെ ഇവരുടെയൊക്കെ ഫോട്ടോ ഇവർ റീപോസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കുള്ളൂ. ഞാൻ ചോദിക്കും. ആ ഒരു ചോദ്യമാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം അത് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങളെ മൈൻഡിലും വരാം. ഞാൻ അടുത്ത് നോക്കാം. അല്ലല്ല, കലണ്ടർ സിനിമയിൽ ഞാൻ പുള്ളിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചത്. അപ്പോഴെന്ത് സംഭവിച്ചു? കലണ്ടറിൽ അന്നേരം ഞാൻ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഞാൻ തനിയെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നേരം ഈ പ്രൊഡക്ഷൻ കൺട്രോളോട് എന്തോ സംസാരിച്ചിട്ട് അവരെന്തോ സംതിങ് കോൺസ്പിറസി നടന്നിട്ട് പറഞ്ഞ് മിന്നുവിന്റെ വണ്ടിയിലേക്ക് എന്റെ വണ്ടിയിലേക്ക് കയറ്റി വിട്ടു പുള്ളിക്കാരനെ. അപ്പോൾ പുള്ളിക്കാരൻ എന്റെ വണ്ടിയെ കയറിയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പരിചയപ്പെടുകയും എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പിന്നെ വന്നിട്ട് ട്രാക്ക് മാറി. അപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ ഓപ്ഷനും ഇല്ല, ഒന്നുമില്ല. പുള്ളി പറയുന്നത് കേൾക്കുന്നതല്ലാണ്ട് എനിക്ക് റൂട്ടും അറിയത്തില്ല. അന്നേരമാണ് പുള്ളിക്കാരൻ പറയുന്നത്, അല്ല മിന്നുവിന്റെ ഹസ്ബൻഡ് എവിടെയാണ്? ഞാൻ പറഞ്ഞു ഗൾഫിലാണ്. അപ്പോൾ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും, തന്നെ എങ്ങനെ ജീവിക്കും, വളരെ ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ ഡ്രൈവിംഗ് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോൾ. അവിടെ ബ്രേക്ക് ഇട്ട് ചവിട്ടിയാലോ നിങ്ങൾ ഓർത്തു പോയി. കാരണം അതൊന്നും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു രാജേട്ടാ, ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളരെ കൂടുതലായി. ഇപ്പം പണ്ടത്തെ കാലമല്ല ഇപ്പം എന്ന് വെച്ചാൽ ഗൾഫുകാരുടെ ഭാര്യമാരിങ്ങനെ ആർത്തി പൂണ്ടിരിക്കുന്നു. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇന്ന് അവർക്ക് ടെക്നോളജിക്ക് പരമായിട്ടുള്ള വളരെ സംഭവങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരവരുടെ ഭർത്താക്കന്മാർ തന്നെ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നെ കൊണ്ട് പറയാം, അതെന്താ? ഞാൻ പറഞ്ഞു, അത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഇനി വേറെ വല്ലവരോടും പോയി ചോദിക്കാം, എനിക്ക് ഇത്രയും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിർത്തി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി. ഇത്ര സംഭവം ഉണ്ടായി. അതിനുശേഷം പിന്നെ ഡാത്തടിയ എന്ന സിനിമ, ഡാത്തടിയ സിനിമയിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനും ഗായത്രിയായിരുന്നു ആ സിനിമയിൽ.
അപ്പോൾ അവിടെ വെച്ച് ഈ രാജു ചേട്ടൻ്റെ ഫ്ലാറ്റ് വൈറ്റ് ഫോർട്ട് ഹോട്ടലിലായിരുന്നു. എന്നിട്ട് ഞാൻ ഫോർട്ട് കൊച്ചിയിലായിരുന്നു എനിക്ക് ഹോട്ടലിൽ. അപ്പോൾ പുള്ളി മനഃപൂർവ്വം അങ്ങോട്ട് റൂം എടുത്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മിനു എനിക്ക് വൈറ്റ് ഫോർട്ടിലായിരുന്നു എൻ്റെ റൂം, ഞാൻ മിനു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ റൂം എടുപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ ഇന്ന് വരും, മിനു ഡോറ് തുറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ലൊക്കേഷനിൽ എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യത്തില്ലേ, അപ്പോൾ ഞാൻ അതിലൊന്നും മിണ്ടാതെ ഇങ്ങനെ അങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ, ഞാൻ അങ്ങനെ പോകാറില്ല, ഇന്നുവരെ പോയിട്ടില്ല, പ്ലീസ് എന്ന് പറഞ്ഞു. അതിലില്ല അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇന്ന് വരും, മിനു കഥ തുറന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ പോയി. എന്നിട്ട് ഞാൻ പുള്ളി എന്നെ വിളിക്കുമല്ലോ എന്ന് പേടിച്ച് ഞാൻ എൻ്റെ ഫോൺ സൈലന്റ് ആക്കിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങി. എന്നിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് കൊട്ടി, ഞാൻ തുറന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ് ഫോൺ ഇല്ല, റൂമിൽ ലാൻഡ് ഫോൺ അതിന്റെ വയറും ഞാൻ ഊരിട്ടു. ഡോറിൽ മുട്ടിയ നടൻ ഡോറിൽ മുട്ടി. അതെ അതെ. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോൾ പുള്ളി എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ആഷിഖ് കപൂർ ആയിരുന്നു ഡയറക്ടർ, എന്തുകൊണ്ട് എന്ത് പരിപാടിയാണ് കണ്ടത്, ഞാൻ പറഞ്ഞില്ല ഞാൻ വരും എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഈ ദേഷ്യപ്പെടുന്ന കണ്ടപ്പോഴാണ് ഗായത്രി കൂടെ അഭിനയിച്ചിരുന്ന ഗായത്രി വെച്ച് എന്താ മിനു പ്രശ്നം. അപ്പൊ ഞാൻ ഉള്ള കാര്യം ഗായത്രിയോട് പറഞ്ഞു. എനിക്കറിയാം എന്ന് പുള്ളിക്കാരും പറഞ്ഞു. മണിയൻ പിള്ള രാജു വാതിലിൽ വന്ന് മുട്ടി. കാറിൽ നിന്ന് അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കാറിൽ പോയി അവിടെ ഇറങ്ങിയതിന് ശേഷം ഹോട്ടൽ മാറി വേറെ ഇവർ നിന്ന ഹോട്ടലിലേക്ക് റൂം മാറ്റുന്നു. അപ്പോൾ ആ കാര്യമൊക്കെ അവർ നറേറ്റ് ചെയ്യുന്നുണ്ട്. മണിയൻ പിള്ള രാജുവിൻ്റെ ഒപ്പമുള്ള ഫോട്ടോയും അവർ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ കുറച്ച് സംശയങ്ങളുണ്ട്. അത് ബാബുരാജിൻ്റെ കാര്യം കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ ആ സംശയം ഞാൻ പറയാം. നടൻ ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചു. നിരവധി പെൺകുട്ടികൾ അയാളുടെ കെണിയിൽ വീണിട്ടുണ്ട്. വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. ഓക്കെ, ഞാൻ കുട്ടിക്ക് എന്താ പറയാനുള്ളത് നോക്കാം ബാബുരാജിന്റെ ആ ഒരു കാര്യത്തിൽ. നമ്മൾ എന്താ പറയാ, പരസ്യമായ രഹസ്യമാണെന്ന് പറയാവുന്ന രീതിക്കുള്ള ഒരു സെക്ഷൽ ഹാരാസ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആലുവയിലുള്ള വീട്ടിൽ വെച്ചിട്ട് എന്നെ സെക്ഷലി റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ്. അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും, ഒന്നും എന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. അങ്ങനെ എനിക്ക് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ എന്നെ പിറ്റേ ദിവസമാണ് അവിടുന്ന് വിടുന്നത്. അന്ന് അതെനിക്കിപ്പോ പറയുമ്പോ തന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നല്ല സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നെ പോലെ പല പെൺകുട്ടികൾക്കും ഇയാളിൽ നിന്ന് പല അനുഭവങ്ങളും ഉള്ളത് എനിക്കറിയാം. നടൻ ബാബുരാജ് മാത്രമല്ല, ഒടിയൻ സിനിമയുടെ ഡയറക്ടർ മിസ്റ്റർ ശ്രീകുമാർ, അയാള് പല പരസ്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഒക്കെ പരസ്യങ്ങളിൽ എന്നെ അഭിനയിപ്പിക്കാം, അതിലൊന്നും പ്രശ്നമില്ല, മോളെ ഒന്ന് കണ്ടാ മതി. ഇവർ ഈ മോളെ എന്ന് വിളിക്കുന്നത് നമ്മളെ സൂചിപ്പിക്കാനാന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. അങ്ങനെ വിളിപ്പിച്ച് ഈ വ്യക്തി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഒടിയൻ സിനിമയുടെ ഡയറക്ടറും സെക്ഷലി എന്നെ അബ്യൂസ് ചെയ്ത ആളാണ്. ബാബുരാജ് പീഡിപ്പിക്കുന്നത് 2019-ലും ഈ സംവിധായകൻ ശ്രീകുമാർ മേനോൻ പീഡിപ്പിക്കുന്നത് 2020-ലുമാണ് എന്നുള്ളതാണ്. ബാബുരാജ് കൊച്ചി ആലുവയിലുള്ള തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായിരുന്നത്. സിനിമയിൽ അവസരം തരാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു. തുടർന്ന് സംവിധായകനും അതുപോലെ തന്നെ ഡയറക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട്ടിലുണ്ട്. കഥ പറഞ്ഞ് കേൾപ്പിക്കും. അതിനുശേഷം പലതരത്തിലുള്ള സ്ക്രീൻ ടെസ്റ്റും മറ്റും ഒക്കെ ഉണ്ടാകും. അതിനുശേഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഈ ആലുവയിലേക്കുള്ള വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞാണ് ഈ യുവതിയെ, കോട്ടയത്താണ് യുവതിയുടെ വീട്, അവിടെ നിന്നും വിളിച്ചു വരുത്തുന്നത്. തുടർന്ന് ഈ വീട്ടിലെത്തുന്ന സമയത്ത് ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാബുരാജിനോട് ചോദിക്കുകയാണ്, ഇവിടെ ആരും ഇല്ലല്ലോ, എല്ലാവരും എവിടെ പോയി എന്ന് ചോദിക്കുന്നു. ആ ഘട്ടത്തിൽ ബാബുരാജ് പറയുന്നു, എല്ലാവരും ഇപ്പോൾ വരും, എല്ലാവരും കുറച്ച് തിരക്കിലാണ് എന്ന് പറയുന്നു. ഈ യുവതിക്ക് റെസ്റ്റ് ചെയ്യാൻ ഒരു മുറിയും കൊടുക്കുന്നു. അങ്ങനെ ഉച്ചയോട് അടുക്കുന്ന ഘട്ടത്തിൽ ഈ യുവതിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ യുവതിയെ വിളിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ യുവതി ഡോറ് തുറക്കുകയാണ്. അത് റെസ്റ്റ് ചെയ്യുന്ന ഡോറ് തുറക്കുന്ന ഘട്ടത്തിൽ ആ റൂമിലേക്ക് ബാബുരാജ് അതിക്രമിച്ച് കയറി അശ്ലീലം കുറെ പറയുകയും പിന്നീട് ഫലമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ യുവതിയുടെ ബൈറ്റിൽ തന്നെ, അല്ലെങ്കിൽ യുവതിയുടെ പ്രതികരണത്തിൽ തന്നെയുണ്ട്. കാരണം ആ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ആ സമയം അത്രയും നല്ല രീതിയിൽ പെരുമാറിയ ഒരു വ്യക്തി പെട്ടെന്ന് ഇത്തരത്തിൽ സ്വഭാവത്തിൽ വന്ന മാറ്റം അത് തന്നെ ഷോക്കാക്കി. മാത്രമല്ല സങ്കടവും അതുപോലെ തന്നെ നിരാശയും ഒക്കെ ഇടകലർന്ന ഒരു അനുഭവമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് പോകാൻ കയ്യിൽ 5 പണം പോലും ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പിറ്റേ ദിവസമാണ് ബാബുരാജ് ആ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ യുവതി പറയുന്നത്. ബാബുരാജിനെതിരെയുള്ള ഒരു ഷോക്കിംഗ് റിവീലിംഗ് ആട്ടോ അവർ ആ ഇൻസിഡന്റ് റിവീൽ ചെയ്തത്. കാരണം അവരെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. സോ അതിലും ഈ പറഞ്ഞ മാതിരി പോലീസ് കേസും അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഒരു ബെറ്റർ തിങ്. ഓക്കെ,
അപ്പോൾ പക്ഷേ ഇതിൽ വേറൊരു കാര്യം ഞാൻ ഇങ്ങനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചാണ്. വൺ മോർ തിങ് ഞാൻ പറഞ്ഞില്ല. ഈ പറഞ്ഞ ലേഡിയുടെ ഐഡൻറ്റിറ്റി ഒന്നും അവർ റിവീൽ ചെയ്യാൻ റെഡി ആയിട്ടില്ല. പക്ഷേ എനിക്ക് ഈ ലേഡി ആരാന്നുള്ളത് ഐ ഗോട്ട് ഇറ്റ്, ബിക്കോസ് അത് ഞാൻ പറയുന്നില്ല, എന്താ അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യണ്ട. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ബാബുരാജിനെ ഇവർ ഫോളോ ചെയ്തിട്ടുണ്ട്. ബാബുരാജിനെ ഈ വ്യക്തി, ഈ ലേഡി ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ബാബുരാജിൽ നിന്ന് അത്രയും വളരെ മോശം ഇൻസിഡൻറ്റ് നേരിടേണ്ടി വന്ന ഒരു സ്ത്രീ വീണ്ടും അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ ബാബുരാജിനെ ഫോളോ ചെയ്യൂ. എനിക്ക് സീരിയസ്ലി അവരുടെ എല്ലാ പ്രശ്നങ്ങളും എന്താ പറയുക, അവർ അനുഭവിച്ച കാര്യങ്ങളിലൊക്കെ ഭയങ്കര റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അവർ തുറന്ന് പറഞ്ഞതിനോടുണ്ട്. അത് പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. പക്ഷെ ഇവരുടെയൊക്കെ ഇപ്പോൾ രേവതി സമ്പത്താണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഈ പറഞ്ഞ സോണിയ മൽഹാർ ആണെങ്കിലും, മിന്നു മുനീർ ആണെങ്കിലും, ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ബാബുരാജിന് ബാബുരാജിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ആ ലേഡി ആണെന്നുണ്ടെങ്കിലും, എവിടേക്കോ ലൈക്ക് ഞാൻ ഈ പറയുന്നത് മേ ബി എത്ര പേർക്ക് ഇങ്ങനെ ഒരു തോന്നൽ തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന എൻ്റെ തോന്നൽ തെറ്റോ ശരിയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ഞാൻ ഈ ക്രിക്കറ്റിൻ്റെ ആ ഒരു ബെറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന ടൈമിലൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിക്കും. ഞാൻ ഇപ്പോഴും ഒരു മാച്ചൊക്കെ കളിച്ചിങ്ങനെ വന്നിരിക്കുകയാണ്. മാച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ബാറ്റ് ചെയ്ത് പോകുന്നു. ഒരു മേജർ ഇൻസിഡൻറ്റ്, വലിയൊരു ഇൻസിഡൻറ്റ്, ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു മൊത്തം ഒരു ഫീൽഡ് മൊത്തത്തിൽ ഇങ്ങനെ ലൈക്ക് എന്താ പറയുക, ഒരു ചോദ്യചിഹ്നത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും ടോപ്പിലിരിക്കുന്ന രാജാക്കന്മാർ, ഓക്കെ, ദ കിങ് പിങ്, അവരെ ഒന്നും തട്ടാൻ പാടില്ല, അവരിലേക്കൊന്നും എത്താൻ പാടില്ല, വലിയ വലിയ പേരിലേക്കൊന്നും എത്താൻ പാടില്ല എന്നുള്ള രീതിക്ക് കുറേ സ്കേപ്പ് ഗോട്ട്, മനസ്സിലായി, ഈ ബലിയാട് പോലെ ഓരോരുത്തരെ ഇട്ട് കൊടുക്കും. ആ ബലിയാട് പോലെ ഇട്ട് കൊടുക്കുന്നതിൽ തന്നെ ഈ രാജാവായിട്ടിരിക്കുന്ന കുറേ ആളുകളുടെ അവർക്കിഷ്ടമല്ലാത്ത, എന്നാൽ ഒരു മന്ത്രിയോ അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉള്ള ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള 1-2 പേര് കാണും. പിന്നെ ഇവരുടെ തന്നെ ആയിട്ടുള്ള സൈഡ് ലെഫ്റ്റും റൈറ്റും നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, സ്കേപ്പ് ഗോട്ടായിട്ട് ബലിയാടായിട്ട് ഇട്ട് കൊടുക്കും, കുറച്ച് പേരുകൾ ഇട്ട് കൊടുക്കും. ഇവിടെ ഞാൻ എൻ്റെ ഒരു സംശയം പറയാം. ഇത് ക്രിക്കറ്റിൽ ആ ബെറ്റിംഗ് സമയത്തൊക്കെ വളരെ എവിഡൻ്റ് ആയിരുന്നു. കുറേ ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയുക, വൻ അലിഗേഷൻസ് വരുന്ന സമയത്തൊക്കെ മെയിൻ ആളുകളിലേക്ക് ഇത് എത്തരുത് എന്നുള്ളത് കൊണ്ട് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു വൈൽഡ് ഗസ് ഞാൻ പറയുകയാണ്, സിനിമയിലെ വലിയ വലിയ പേരുകളിലേക്ക് എത്തരുത് ഈ പറഞ്ഞ തുറന്ന പറച്ചിലുകൾ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആലോചിക്കുക, ഈ വന്ന് ഓരോ നടനെയും അല്ലെങ്കിൽ ഓരോ ഡയറക്ടറിനെയും പറയുന്ന ഓരോ വ്യക്തികളും ജൂനിയർ ആർട്ടിസ്റ്റുമാരാണ്. ഈ ജൂനിയർ ആർട്ടിസ്റ്റുമാർ ഇതേ ഫീൽഡിനകത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ഇതിന് മുമ്പും നിന്നിട്ടുണ്ട്. ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഈ പഴയ അലിഗേഷൻസ്, ഇവരെക്കുറിച്ചൊക്കെയുള്ള പഴയ അലിഗേഷൻസ് ഇവർ ഓൾറെഡി പറഞ്ഞു വെച്ച അലിഗേഷൻസ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരാരും എനിക്ക് തോന്നുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തവരാന്നുള്ളത്. ആ റിപ്പോർട്ടിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള അന്വേഷണവും കാര്യത്തിനെയും കുറിച്ച് ഇപ്പോൾ സംസാരമുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ പുറത്ത് വരണം എന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും ഇങ്ങനെ ഡൈവേർട്ടഡ് ആയിട്ട് എങ്ങോട്ട് പോയി, ഈ ജൂനിയർ ആർട്ടിസ്റ്റുമാർ വന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവർക്കുണ്ടായ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയാലും ഇതിനെന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഇവർക്ക് മെറ്റീരിയൽ എവിഡൻസ് കൊടുക്കാൻ പറ്റുമോ ഈ ജൂനിയർ ആർട്ടിസ്റ്റുമാർക്ക്? ഇല്ല. ഇവർ ഈ വന്ന് പറയുന്നത് മാത്രമായിരിക്കും പോലീസിന് കിട്ടുന്നത്. അത് വെച്ചിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യാൻ പറ്റില്ല, കേസോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടില്ല, കാര്യമൊന്നും ഉണ്ടാകാൻ പോകില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? കേസെടുക്കും, കേസ് നിലനിൽക്കാതെ കേസ് ആ വഴിക്ക് പോകും. വീണ്ടും ഇവർക്കൊരു ക്ലീൻ ചീട്ട് കിട്ടും. ഇവരെല്ലാവരും ഇപ്പോൾ ഈ പറഞ്ഞ രഞ്ജിത്താണെങ്കിലും സിദ്ദിഖാണെങ്കിലും മുകേഷ് ആണെങ്കിലും ജയസൂര്യ ആണെങ്കിലും ഇവരൊക്കെ കയറി വരും. ഇങ്ങനെ കയറി വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഈ വന്ന് റിവീൽ ചെയ്ത സോണിയ മൽഹാർ, മിന്നു മുനീർ, രേവതി മറ്റേ ആ കുട്ടി, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബലിൽ നിൽക്കുന്നതാണ്. ഞാൻ ഒരു രീതിയിലും അവർക്കെതിരെ പറയുന്നതല്ല, ഞാൻ എൻ്റെ ഒരു വൈൽഡ് ഗസ് പറയുകയാണ്. വേണമെങ്കിൽ സിനിമാക്കാർ തന്നെ ഇവർ ഏതറ്റം വരെയും പോകണം, സിനിമാക്കാർ തന്നെ കുറച്ച് പേരെടുത്തിട്ട് ഇന്ന വ്യക്തികൾക്കെതിരെ ഇവർ ഇതിന് മുമ്പ് അലിഗേഷൻസ് ഇട്ടിട്ടുണ്ടല്ലോ, ആ സാധനം ഒന്നും കൂടി ഒന്ന് പൊക്കിക്കൊണ്ടാന്ന് പറഞ്ഞിട്ട് സിനിമാക്കാർ ഇവർ നേരിട്ട് അപ്രോച്ച് ചെയ്ത് പറഞ്ഞതായിരിക്കില്ല ഈ പറഞ്ഞ വ്യക്തികളെയൊക്കെ. ഇതിൻ്റെ പിന്നിൽ ഇന്നലെ മുകേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പത്രമാധ്യമങ്ങൾ തന്നെ പൈസയും കൊടുത്ത് ആളിറക്കുന്നതല്ലേ, അതായത് പഴയ അലിഗേഷൻസ് ഉള്ള ആളുകൾ നിങ്ങൾ തന്നെ പൈസ കൊടുത്ത് കൊണ്ടുവരുന്നതല്ലേ എന്നുള്ളത്. വൈ നോട്ട് ഈ സിനിമാക്കാർ തന്നെ വലിയ പേരുകളിലേക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള വെരി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തരുത് എന്നുള്ളത് കൊണ്ടും ആ പേരുകൾ വരരുത് എന്നുള്ളത് കൊണ്ടും
ആളുകളുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് വിടാൻ കുറച്ച് ആളുകളെ ഇങ്ങനെ ഓക്കെ ഇതിന് മുമ്പ് ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പത്രമാധ്യമങ്ങൾ അതൊന്ന് പോയി ചകഞ്ഞെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കൊട്ടേഷൻ വല്ല പത്രമാധ്യമങ്ങൾക്കും കൊടുത്തിട്ട് അവർ വരെ പോയി കാര്യം ചോദിച്ച് ഇവരോട് പറയാൻ പറഞ്ഞ് അങ്ങനെ പറയിപ്പിക്കുന്നതാണെങ്കിലോ എന്ന് എനിക്കൊരു പേഴ്സണലി ഡൗട്ട് വരികയാണ്. ഓക്കെ, എനിക്കൊരു പേഴ്സണലി ഡൗട്ട് വരിക. കാരണം ഇവർ ഈ പറയുന്നതും അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടായ ഇൻസിഡൻസ് ഇവർ ഷെയർ ചെയ്യാനും റെഡിയാണ്. പലരും ഇതിൽ കേസ് കൊടുക്കാൻ റെഡിയല്ല, പലരും പേര് പറയുന്നില്ല, പേര് പറയാതെ തന്നെ ആളെ കണ്ടുപിടിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് പോകുന്നു. പലരും ഇനി കേസ് എടുത്താൽ തന്നെ ഈ പറഞ്ഞ നടന്മാർക്കെതിരെ കോടതിയിലൊന്നും ഈ കേസ് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളൊരവസ്ഥ. ഇപ്പോൾ സിദ്ദിഖിനെതിരെ പറഞ്ഞ ആ ലേഡിക്കെതിരെ കേസ് കൊടുക്കുന്നു. മുകേഷ് എന്താണ് ഇവരെല്ലാവരും ഇനി തിരിച്ച് കേസ് കൊടുക്കും, എന്നിട്ട് അവർ ജയിക്കും, അവർ രണ്ടാമത് തിരിച്ചു വരും, എന്നിട്ട് അവർ പറയും ഞങ്ങൾ ക്ലീൻ ചീട്ടായി. കണ്ടോ, ഇതിനു മുമ്പ് ആരോപണങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ പോകും? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ആവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പിന്നെ ഒരു സംസാരവും കാര്യവും ഇല്ല. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എനിക്കൊരു ഡൗട്ടുള്ളത്, സിനിമയിലുള്ള പ്രമുഖരായ നടന്മാരും നടിമാരും അല്ലെങ്കിൽ ടെക്നീഷ്യൻസിൻ്റെ അടുത്ത് മാത്രമേ അവർ സംസാരിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു ഡൗട്ടും എനിക്കുണ്ട്. കാരണം ഈ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുമാർ ഇപ്പോൾ ഇവർ ഷെയർ ചെയ്യുന്ന ഇവരുടെ എക്സ്പീരിയൻസുകളൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം തുറന്ന് പറയില്ല. അപ്പോൾ അവരിലേക്ക് ഇത് എത്തിയിട്ടില്ല. ഇതൊന്നും ഇവിടെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുണ്ടാവുക ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റുമാരായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് എവിടെയോ ലൈക്ക് ആരൊക്കെയോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുകൾ ആദ്യം പത്രമാധ്യമങ്ങളുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വെരി സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസും കാര്യങ്ങളും. കാരണം നിങ്ങൾ നോക്കി, ഇതിലുള്ള പല കാര്യങ്ങളും മുമ്പേ തുറന്ന് പറഞ്ഞവരാണ്, ഇവരൊക്കെ മുമ്പ് ഇത് തുറന്ന് പറഞ്ഞവരാണ്, മുമ്പ് പലരുമായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്തവരാണ്. ഇതിൽ കുറേ ആൾക്കാരിപ്പോൾ ഇതിൽ മെയിൻ സ്ട്രീം എന്ന് പറയാൻ ഇപ്പോൾ ഞാൻ പറയാം ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ സൂപ്പർ നടൻ എന്ന് പറയാനുള്ളത് ഇപ്പോൾ ആരെ പേരാ വന്നേ? ജയസൂര്യ. ഞാൻ നിങ്ങളോടൊരു വൈൽഡ് ഗസ് ചോദിക്കും, ജയസൂര്യ എന്ന് പറഞ്ഞ ഒരാൾ, ആ ഒരു ഫാക്ടർ എപ്പോഴും ഒരു മാറി നിന്നുള്ള മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, സുരേഷ് ഗോപി, ഇനി പുതിയ യങ് ആക്ടർ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ടൊവിനോ, ദുൽഖർ, അങ്ങനെ കുറേ പേരെടുത്ത് നോക്കിയാലും അവരെ കൂട്ടത്തിലേക്ക് ജയസൂര്യനെ കണ്ടിട്ടില്ല. ജയസൂര്യ ഇനി കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുണ്ടാവുക ചിലപ്പോൾ ഈ ദിലീപ്, മോഹൻലാൽ, മമ്മൂട്ടി അവരെ ആയിട്ടായിരിക്കും. ഇവരായിട്ട് ആരുമായിട്ടും എപ്പോഴും ജയസൂര്യ ഒരു ഒറ്റപ്പെട്ട ഫാക്ടറായിട്ട് മാറി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ ആ ഒരു ബെറ്റിംഗ് അലിഗേഷൻ വന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട കളിക്കാരൻ അതിൽ വേണമെന്നുള്ളത് കൊണ്ടായിരിക്കണം മേ ബി, ലൈക്ക് ഞാൻ എൻ്റെ ഒരു ഇൻഡ്യൂഷനാണ് പറയുന്നത്. അതിനേക്ക് ശ്രീശാന്തിനെ വലിച്ചിട്ടു. കാരണം ശ്രീശാന്ത് എന്ന് പറയുന്നത് ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു മലയാളി ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്. മനസ്സിലായ? അതേപോലെ തന്നെ ഇതിപ്പോൾ ഒറ്റയടിക്ക് ജയസൂര്യ എന്ന് പറഞ്ഞൊരു ഫാക്ടർ വരുന്നു. വേറെ ഒരു പേരുകളിലേക്കും എന്ത് പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. ഏത് അങ്ങനെ ആയിക്കൂടെ? ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ഇവർ ഇല്ലാത്തത് പറഞ്ഞു എന്നല്ലാട്ടോ പറയുന്നേ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവരിത് പറഞ്ഞതാണ്. പക്ഷെ അതിപ്പോൾ ഈ ഒരു സാധനം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സാധനങ്ങൾ ഇപ്പോൾ കുത്തിപ്പൊങ്ങി വരുന്നു. അത് ഇന്ന ആളുകളിലേക്ക് പോകുന്നു. കുറേ ആളുകളുടെ ഒന്നും വരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാവുന്നില്ല. ബട്ട് വൈ? അപ്പോൾ ഇവിടെ എവിടെയോ ഒന്നിങ്ങനെ ഡീവിയേറ്റ് ചെയ്യാൻ ഇവിടുത്തെ മീഡിയാസോ അല്ലെങ്കിൽ വാണ്ടഡ്ലി ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ളൊരു പക്ക ഫ്രോഡ് കളി നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടാണ്. ലൈക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുകയാണ്, എനിക്കത് തോന്നുകയാണ്. ലെറ്റ്സ് സീ ഇനി ആരുടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.